ലാസ്റ്റ് IPL മാച്ചിൽ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് ഓൾമോസ്റ്റ് എത്ര റൺസാണ് എടുത്തത്? അല്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് UCL മാച്ചിൽ എത്ര ഗോളിനാണ് റയൽ മാഡ്രിഡ് ആഴ്സണലിനോട് തോറ്റത്? അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ നമ്മൾ ആൻസർ പറയുന്നുണ്ടാവുക നമ്പേഴ്സിലായിരിക്കും അല്ലെ. അപ്പൊ നാം ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ഈ ഒരു നമ്പേഴ്സ് ഒക്കെ എങ്ങനെയാണ് ഉത്ഭവിച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ എങ്ങനെയാണ് വികസിച്ചിട്ടുണ്ടാവുക, നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് നോക്കാം. സംഖ്യകളുടെ ചരിത്രം മനുഷ്യന്റെ നാഗരികതയോളം പഴക്കമുള്ളതാണ്. ഇപ്പോൾ നമ്മൾ പ്രാചീന കാലങ്ങൾ നോക്കുകയാണെങ്കിൽ മനുഷ്യർക്ക് കൃത്യമായി സംഖ്യകളില്ലായിരുന്നു. അപ്പൊ അവര് മരക്കഷ്ണങ്ങൾ അതുപോലെ തന്നെ വിരലുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടായിരുന്നു അവർ എണ്ണം തിട്ടപ്പെടുത്തിയിരുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അവരുടെ ആടുകളുടെ എണ്ണം കണക്കൂട്ടാൻ വേണ്ടിയിട്ട് അവർ കല്ലുകളാണ് ഉപയോഗിച്ചിരുന്നത്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഒരു സ്പെസിഫിക് കുഴിയിലേക്കൊക്കെ നിശ്ചിത എണ്ണം കല്ലുകൾ, ആടിന്റെ എണ്ണത്തിനനുസരിച്ച് കല്ലുകൾ ഇട്ട് വൈകുന്നേരം തിരിച്ചു വരുന്ന സമയത്ത് കൃത്യമായിട്ട് അതേ എണ്ണം അതിലുണ്ടോ എന്നുള്ളത് ആ കല്ലുകൾ ഉപയോഗിച്ചിട്ടായിരുന്നു അവർ ചെക്ക് ചെയ്തിരുന്നത്. ഈ ഒരു നമ്പറിന്റെ ഡെവലപ്മെന്റിൽ ആൻഷ്യന്റ് സിവിലൈസേഷൻസിന് വളരെയധികം തന്നെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട് പറയേണ്ട രണ്ട് സിവിലൈസേഷൻ ആണ്, ഒന്ന് ഈജിപ്തിനും അതുപോലെ തന്നെ മെസൊപ്പൊട്ടോമിയനും. BC 3000 ഈജിപ്ഷ്യൻസ് ചിഹ്നങ്ങൾ ഉപയോഗിച്ചിട്ട് സംഖ്യകൾ എഴുതിയിരുന്നു. അപ്പോൾ ഒന്നിനൊരു വര, അതുപോലെ തന്നെ 10 വളഞ്ഞ ഒരു ചിഹ്നം എന്നൊക്കെയാണ് അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ BC 3100 60 അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു സംഖ്യാ സംവിധാനം മെസൊപ്പൊട്ടോമിയയിൽ നിലവിൽ വന്നു. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന 60 മിനിറ്റ് 60 സെക്കൻഡ് എന്നൊക്കെ പറയുന്ന സമയ വിഭജനത്തിന്റെ ഉത്ഭവം എന്ന് പറയും. അപ്പോൾ ഈ ഒരു നമ്പറിന്റെ ജേണിയിൽ അല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു വികസനത്തിൽ തീർച്ചയായിട്ടും ഇന്ത്യക്കാർക്കും കൃത്യമായി അഹങ്കരിക്കാനുള്ള അല്ലാന്നുണ്ടെങ്കിൽ അഭിമാനിക്കാനുള്ള ഒരു പങ്കുണ്ട്. കാരണം ഈ ഒരു ന്യൂമറിക്കൽ സിസ്റ്റത്തിലേക്ക് 0 കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും ഇന്ത്യക്കാരാണ്. ക്രിസ്തു വർഷം 5-ാം നൂറ്റാണ്ടിൽ ഇന്ത്യക്കാർ 0 കണ്ടുപിടിച്ചു. അപ്പോൾ ഹിന്ദു അറബിക് ന്യൂമറൽസ് ഒക്കെ ഇവിടെ നിന്നാണ് തീർച്ചയായിട്ടും ഉത്ഭവിക്കുന്നത്. ഹിന്ദു അറബിക് ന്യൂമറൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന 1, 2, 3 ഒക്കെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇത് പിന്നീട് അറബികൾ വഴി ലോകത്തേക്ക് പടർന്നു. ഇനി മോഡേൺ നമ്പേഴ്സിനെ കുറിച്ച് പറയാം. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന 0 to 9 നമ്പർ സിസ്റ്റം ഹിന്ദു അറബിക് ന്യൂമറൽസിന്റെ പരിണാമമാണ്. മാത്തമാറ്റിക്സിനും അതുപോലെ തന്നെ സയൻസിനും വലിയ മാറ്റങ്ങൾ തീർച്ചയായിട്ടും വരുത്തിയിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് സംഖ്യകൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ തന്നെ അടിസ്ഥാനമാണ്. ആദിമകാലത്തെ കല്ലുകൾ മുതൽ നമ്മുടെ ഇന്നത്തെ ഡിജിറ്റൽ വേൾഡിലെ അഡ്വാൻസ്ഡ് സിസ്റ്റങ്ങൾ വരെ നമ്മുടെ നമ്പേഴ്സിന്റെ അഡ്വാൻസ്മെന്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ മനുഷ്യകുലത്തിന്റെ പുരോഗതി തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഹൈ ലെവൽ സിസ്റ്റങ്ങളാണെങ്കിലും ടെക്നോളജി ആണെങ്കിലും അതുപോലെ തന്നെ ബൈനറി സിസ്റ്റങ്ങളൊക്കെ തന്നെയാണെങ്കിലും തീർച്ചയായിട്ടും നമ്പേഴ്സിന് വളരെയധികം തന്നെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമുള്ളത്, നമുക്കറിയുന്നുണ്ടാവും ഒരുപാട് കോൺസ്റ്റൻസ് ഇന്ന് നിലവിലുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പൈന്റെ വാല്യൂ 3.1415 എന്ന് പറയുന്ന ഒരു ഇറാഷണൽ നമ്പർ ആണ്. അതുപോലെ തന്നെ ഒരുപാട് നമ്പേഴ്സ് പല പേരുകളിലായിട്ട് നമുക്ക് അറിയപ്പെടുന്നു. ഇപ്പൊ ഗോൾഡൻ റേഷ്യോ ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ കപ്രേക്കർ നമ്പർ, അതുപോലെ തന്നെ രാമാനുജൻസ് നമ്പർ, ഇങ്ങനെ ഒരുപാട് നമ്പേഴ്സ് നമുക്ക് അറിയുന്നതായിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ഫേവറേറ്റ് നമ്പർ ഏതാണെന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ മാത്സ് ആയിട്ട് മായാജാലം തീർക്കുന്ന നിങ്ങളുടെ ആ ഒരു സുഹൃത്തിന് തീർച്ചയായിട്ടും ഈ ഒരു നമ്പറിന്റെ ഹിസ്റ്ററി ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. XY USS എന്ന് പറയുന്ന ഈ ഒരു ചാനലിൽ USS റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് കണ്ടന്റ്സും മറ്റു ക്ലാസ്സുകളൊക്കെ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ XY USSന്റെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഈ ഒരു QR കോഡ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി, അങ്ങനെയും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് ഇന്നത്തെ ഈ ഒരു സെഷനിൽ പറയാനുള്ളത്. കൂടുതൽ സെഷൻസുമായിട്ട് നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും ബൈ.